Hello everyone, welcome to Ritu's English Lab. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ലെസൺസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ കരുതി ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിസ്കസ് എ ഫ്യൂ തിങ്സ്. ആക്ച്വലി എ ഫ്യൂ തിങ്സ് മോസ്റ്റ് ഓഫ് എ സ്ട്രഗിൾ വിത്ത്. അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബുദ്ധിമുട്ടുക ഒരു സെന്റൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെന്റൻസ് സ്ട്രക്ചർ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം മലയാളത്തിന്റെ ഒരു വേർഡ് ഓർഡർ അല്ല ഇംഗ്ലീഷിലെ സെന്റൻസുകൾ ഫോളോ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അത് ഗ്രാമറിന്റെ നൂലമാലകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. മലയാളത്തിൽ നമ്മളിപ്പോ ഒരു സെന്റൻസ് എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യും, അല്ലെ? എന്താണത്? ഐ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി ആ വേർഡ് ഓർഡർ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കൂ. ഇല്ല, അല്ലെ? അതിപ്പോ ഞാൻ മലയാളത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താകും? ഐ ഇംഗ്ലീഷ് സ്റ്റഡി ക്യാൻ എന്നായി പോവും, അല്ലെ? വിച്ച് ഇസ് റോങ്. നമുക്കറിയാം ഇതൊരു ചെറിയ സെന്റൻസ് ആയതുകൊണ്ട് നമുക്ക് ആ തെറ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ നമ്മൾ പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സ് മലയാളത്തിലും കൂടെയാണ് നടക്കുന്നതെങ്കിൽ ഈ ഒരു തെറ്റ് വന്നുകൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ വേർഡ് ഓർഡർ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് 3 തരം വേർഡ്സ് ആണ് ഒരു സെന്റൻസ്, സാധാരണഗതിയിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സ് ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയ ട്രിക്സ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടർ എന്ന് പറയുന്ന വേർഡ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡിനെ നമുക്ക് സ്റ്റാർട്ടർ എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പൊ ഈ സ്റ്റാർട്ടർ എന്ന് പറയുന്ന വേർഡ് സാധാരണഗതിയിൽ ഒരു പേരോ അല്ലെങ്കിൽ പേരിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കുമായിരിക്കും. ഇപ്പോ എന്റെ പേര് ഋതു എന്നാണ്. അപ്പോൾ ഋതു എന്നുള്ള പേര് ഞാൻ പറയുന്നതിന് പകരം എനിക്ക് ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, അല്ലെ? അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഐ. ഓക്കെ, ഇനി ഋതു എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ പേരാണ്. അപ്പോ അവൾ എന്ന് വേണമെങ്കിൽ പറയാലോ. അവൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഷീ എന്ന് പറയും. ഇനിയിപ്പോ നമ്മൾ രവി എന്ന് പറയുന്ന മറ്റൊരാളെ പറ്റി സംസാരിക്കുകയാണ്. അതൊരു ആൺകുട്ടിയുടെ പേരാണ്, അല്ലെ? അപ്പൊ അവൻ എന്ന് വിളിക്കാമല്ലോ, അല്ലെ? അപ്പൊ അവൻ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹി എന്നുള്ളത്. ഓക്കെ, ഇനി ഞാനും നിങ്ങളും ഒരുമിച്ചാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ന് പറയും, അല്ലെ? അപ്പൊ നമ്മൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? വി എന്നാണ്. ഇനി രാധയും രാജു നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവർ എന്ന് നമുക്ക് പറയണം, അല്ലെ? അപ്പൊ നമ്മൾ പറയും ദേ. അവർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ദേ എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ പേര് പറയാതെ നിങ്ങൾ എന്ന് മാത്രമാണ് എനിക്ക് പറയേണ്ടതെങ്കിലോ അവിടെ നമ്മൾ യു എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഇനി ഒരു ഡോഗോ കാറ്റോ നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ അത് എന്ന് വിളിക്കും, അല്ലെ? അപ്പൊ അത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഇറ്റ് എന്ന് പറയും. അപ്പൊ ഒന്നെങ്കിൽ ഒരു പേര് അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്താക്കാം? സ്റ്റാർട്ടർ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോളൂ. പേര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷീ ഹി എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വി ദേ എന്ന് ഉപയോഗിക്കാം, യു എന്ന് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ ഇറ്റ് എന്ന് ഉപയോഗിക്കാം. ഈ വാക്കുകളാണ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ വരുന്ന വാക്കുകളെ പറ്റി പറയാം. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന വാക്കുകളെ ഞാൻ വിളിക്കുന്നത് ഗ്രാമർ വേർഡ്സ് എന്നാണ്. ഇത് കുറച്ച് എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ ഇങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ, ഈസ്, ആർ, ക്യാൻ, കുഡ്, വാസ്, വെയർ, ഡു, ഡസ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഗ്രാമർ വേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവരാണ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്. ഇനി ഇത് ഓരോന്നും ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഓരോ ലെസൺസിലായിട്ട് പഠിക്കാം കേട്ടോ. ഇനി തേർഡ് പൊസിഷനിൽ വരുന്ന വാക്കുകളെ ഞാൻ വിളിക്കുന്നത് ആക്ഷൻ വേർഡ്സ് എന്നാണ്. ഓക്കെ, ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തികളെ കുറിക്കുന്ന വാക്കുകളെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് പൊസിഷനിൽ കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഓടുക, ചാടുക, എഴുതുക, അല്ലെ? ഇപ്പോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റൺ, ജംപ്, റൈറ്റ്, സ്ലീപ്പ്, സിറ്റ്, സ്റ്റാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇതെല്ലാമാണ് തേർഡ് പൊസിഷനിൽ വരിക.
ഓക്കെ ആണോ? അപ്പൊ നമുക്ക് 3 തരത്തിലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു സെന്റൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യം വരേണ്ടത് സ്റ്റാർട്ടേഴ്സ്, രണ്ടാമത് വരേണ്ടത് ഗ്രാമർ വേർഡ്, ആൻഡ് ദെൻ തേർഡ് പൊസിഷനിൽ വരേണ്ടത് ആക്ഷൻ വേർഡ്സ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കിയേക്കാം. ഓക്കെ, എനിക്ക് എഴുതാൻ കഴിയും. ഓക്കെ, എനിക്ക്, ഞാൻ എന്നുള്ള വാക്കാണ് അവിടെ വരേണ്ടത് അല്ലേ? അതേതാണ്? ഐ. കഴിയുക എന്നുള്ള വാക്ക് ഇപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണത്? ക്യാൻ. ഐ ക്യാൻ. എഴുതുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? റൈറ്റ്. ഐ ക്യാൻ റൈറ്റ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും. ഐ ക്യാൻ സിങ്. എപ്പോഴും ഐ തന്നെ വരണം എന്നില്ല കേട്ടോ. ഇനി അവൾക്ക് പാട്ട് പാടാൻ കഴിയും എന്നാണ് പറയണ്ടെങ്കിലോ? ഷീ ക്യാൻ സിങ്. അവർക്ക് പാട്ട് പാടാൻ കഴിയും എന്നാണ് പറയണ്ടെങ്കിലോ? ദേ ക്യാൻ സിങ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് സെന്റൻസ് സ്ട്രക്ചർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഹെൽപ്ഡ് അല്ലെ? അപ്പൊ ഇത് ഏറ്റവും ചെറിയൊരു സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസിന്റെ ലെങ്ത് കൂട്ടി കൊണ്ടുവരാം. എന്ത് ചെയ്താൽ മതി? ആക്ഷൻ വേർഡിന് ശേഷമുള്ള സ്പേസിലേക്ക് വാക്കുകൾ ആഡ് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടെ ഒരു ദിവസം തന്നെ നോക്കണ്ട അല്ലെ? So let's take it slowly, one step at a time. Okay. And if you guys have any questions, you can comment below or get in touch with me on our Instagram account, Riddhu's English Lab. So സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ക്ലിയർ ചെയ്യാം. See you guys in the next video. Bye.